ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ മെൻ്റലി ഹെൽത്തി ആയിട്ടായിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം. ആദ്യമായിട്ട് സ്വയം പരിചരണത്തിന് മുൻഗണന നൽകുക. ഈ സ്വയം പരിചരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഉൾപ്പെടും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഈ ശ്രദ്ധയും ധ്യാനവും എന്ന് വെച്ചാൽ നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വൈകാരിക നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നതിനും നമ്മൾ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു ദീർഘശ്വാസം എടുക്കുന്നത്, അതൊക്കെ നമ്മുടെ ഒരു മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ അടുത്തതാണ് നല്ല ഉറക്കം. നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും വിശ്രമിപ്പിക്കാനും പുനർജീവിപ്പിക്കാനും അനുവദിക്കുക. എന്ന് വെച്ചാൽ 7-8 മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം ലക്ഷ്യമാക്കുക. ഈ ഗുണനിലവാരം എന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ ഫോണിൽ കുത്തി ഇരിക്കരുത്, അതാണ് ഉദ്ദേശിച്ചത്. അടുത്താണ് വ്യായാമം. അതായത് നമ്മുടെ മാനസികമായും നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിനും ഒരു ചെറിയ നടത്തം അതൊക്കെ മതി. അത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വർദ്ധിപ്പിക്കും. അടുത്താണ് വിശ്രമം. വായന, അല്ലെങ്കിൽ ഒരു ചെടി നടാം, പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, കുറച്ച് സമയം നമ്മൾ പ്രകൃതിക്ക് വേണ്ടി കൊടുക്കാം, നല്ല സംഗീതം കേൾക്കാം. ഇതൊക്കെ നമ്മുടെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കും. സെക്കൻഡ് ആണ് പ്രതിരോധ ശേഷി ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ശക്തി തിരിച്ചറിഞ്ഞ് വെല്ലുവിളികളെ തരണം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിനെ പ്രാപ്തരാക്കുക. പിന്നെ മറ്റൊന്നാണ് കൃതജ്ഞത പാലിക്കുക. എന്ന് വെച്ചാൽ നന്ദി ഉള്ളവരായിരിക്കുക, എപ്പോഴും നന്ദി പറയുക. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും ബൗണ്ടറീസ് നിശ്ചയിക്കുക. അത് നമ്മുടെ എനർജി വർദ്ധിപ്പിക്കും.